ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കോഴിക്കോട് വിലങ്ങാട് വീണ്ടും മണ്ണിടിച്ചിൽ. ഒരു മാസം മുമ്പ് ഉരുൾപൊട്ടിയതിന് തൊട്ടുമുകളിലാണ് ഇപ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതിശക്തമായ മഴയിൽ ടൗണിൽ വെള്ളം കയറിയിരുന്നു. 7 കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. നാട്ടുകാരാണ് മണ്ണിടിച്ചിലുണ്ടായ വിവരം അറിയിച്ചത്. നേരത്തെ ഉരുൾപൊട്ടലുണ്ടായതിനു മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് താഴേക്ക് വരുന്ന ചിത്രങ്ങൾ നാട്ടുകാർ പങ്കുവെക്കുന്നുമുണ്ട്. ഇതിന്റെ ഭാഗമായി കല്ലുകളും മറ്റും ടൗണിലേക്ക് വന്നിരുന്നു. എന്നാൽ ചെളിയുടെ അസഹനീയമായ ദുർഗന്ധമുണ്ടായതടക്കം ഉരുൾപൊട്ടലിന്റെ സൂചനകളാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം പ്രദേശത്ത് കടുത്ത മൂടൽമഞ്ഞും ചെറിയ രീതിയിലുള്ള മഴയും ഉണ്ട്. ടൗണിലെയും പുഴയിലെയും വെള്ളം കുറഞ്ഞെങ്കിലും ഉരുൾപൊട്ടലുണ്ടായെന്ന ഉറപ്പിലാണ് നാട്ടുകാർ. നേരത്തെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഒരാൾ മരിക്കുകയും നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു. 14 വീടുകൾ പൂർണ്ണമായും ഒഴുകിപ്പോയി. 112 വീടുകൾ വാസയോഗ്യമല്ലാതായി. 4 കടകളും നശിച്ചു. ഉരുട്ടി പാലത്തിന്റെ അപ്രോച്ച് റോഡ്, വാളൂക്ക്, ഉരുട്ടി, വിലങ്ങാട് പാലങ്ങൾ ഉൾപ്പെടെ തകർന്നതിൽ 156 ലക്ഷം രൂപയുടെ നഷ്ടമാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം കണക്കാക്കിയത്. ജലസേചന വകുപ്പിന്റെ നഷ്ടം 35 കോടിയാണ്. 162 ഹെക്ടറിൽ അധികം കൃഷിനാശമുണ്ടായി. 225 കർഷകരെ ബാധിച്ചു. 11.85 കോടിയുടെ നഷ്ടം കാർഷിക മേഖലയിൽ സംഭവിച്ചതായാണ് കണക്ക്. 24 ഉരുൾപൊട്ടലുകൾ ഒരു ഗ്രാമത്തിൽ ഉണ്ടായെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക്. 40 ഉരുൾപൊട്ടൽ എങ്കിലും ഉണ്ടായി എന്നാണ് നാട്ടുകാർ അഭിപ്രായപ്പെട്ടത്. വിലങ്ങാട് സമഗ്ര പുനരധിവാസം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു.